അങ്ങനെ ഞാൻ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. ഇനി ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും കഴിക്കണം. ഇവിടെയാണ് ഈ ഗംഗാ ആരതി നടക്കുന്ന സ്ഥലം. അസിഘാട്ടിലെ ഗംഗാ ആരതി നടക്കുന്ന സ്ഥലം. അപ്പോൾ അങ്ങ് അകലെ നിങ്ങൾക്ക് കാണാമോ എന്നറിയത്തില്ല. അവിടെ ഇപ്പോഴും ഈ കുട്ടികളെ കൊണ്ട് ഉള്ള ഭിക്ഷാടനം പോലത്തെ സർക്കസ് പോലത്തെ ഒരു സംഭവമൊക്കെ നടക്കുന്നുണ്ട്. അത് ഈ കയറിൻ്റെ പുറത്തുകൂടെ കുട്ടിയെ നടത്തിപ്പിക്കുന്ന ഒരു ഏർപ്പാടാണ്. ഇപ്പോഴും കേരളത്തിലൊന്നുമില്ല, തമിഴ്നാട്ടിലും വളരെ റെയറായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ അത് ഒരുപാടുണ്ട്. ബനാറസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കളർഫുള്ളാണ്. എവിടെ നോക്കിയാലും നിറങ്ങളാണ്. അതിനിടയ്ക്ക് എൻ്റെ ബാക്കിൽ വന്ന് ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബാക്കിൽ വന്ന് ഒരു പയ്യൻ ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോയി, പരിചയപ്പെട്ടു. അങ്ങനെ ഞാൻ അസീഘാട്ടിനോട് വിട പറയുകയാണ്. എല്ലാവരും കുറേ പേര് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ ആലിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. അതിൻ്റെ ചുറ്റും കുറേ ദൈവങ്ങൾ വച്ചിട്ടുണ്ട്, ദൈവങ്ങളുടെ പ്രതിമ. അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ക്ഷേത്രം കൂടെ ഉണ്ട്. ഞാൻ അവിടെയും പോയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അസീഘാട്ടിൽ നിന്ന് ഒരു സൈക്കിൾ റിക്ഷ പിടിച്ച് അങ്ങനെ യാത്ര തുടങ്ങി. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഒരു വയസ്സായൊരു ആളാണ് ഈ സൈക്കിൾ റിക്ഷ ചവിട്ടുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ കയറിയതിന് ശേഷമാണ് പുള്ളിക്കാരൻ ചവിട്ടുന്ന ഒരു രീതിയുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായിപ്പോയി. പക്ഷേ നമ്മളങ്ങനെ വിഷമം വിചാരിച്ച പുള്ളിക്കാരനൊരു ഇതും കാണത്തില്ല. പക്ഷേ നമുക്ക് ചവിട്ടണ കാണുമ്പോൾ ഒരു വിഷമം. ഇവിടെ നിന്നൊരു 2-2.5 കിലോമീറ്റർ ഉണ്ട് ഞാൻ താമസിക്കുന്ന അങ്ങോട്ട് പോകാൻ. അപ്പോൾ പുള്ളിക്കാരനോട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങിരുന്നു. പുള്ളിക്കാരൻ ഭയങ്കര ജോളിയാണ്. നമ്മുടെ നാട്ടിലൊന്നും കാണാത്തൊരു സംഭവമാണ് സൈക്കിൾ റിക്ഷ. പണ്ട് സത്യൻ്റെയൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. ഇവിടെ ഒരുപാട്. ഇപ്പം സൈക്കിൾ റിക്ഷയുടെ സ്ഥാനം ഈ റിക്ഷ കൈയടക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും പഴയ ആൾക്കാരും പുതിയ ആൾക്കാരൊക്കെ ഒരുപാട് ചവിട്ടുന്നുണ്ട്. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് 80 രൂപ ചോദിച്ചു അവിടം വരെ പോകാൻ. ഞാൻ 60 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. തനി മലയാളിയുടെ സ്വഭാവം, കച്ചറ മലയാളിയുടെ സ്വഭാവം. പക്ഷേ ഞാൻ അവിടെ എത്തിയിട്ട് പുള്ളിക്കാരന് ചോദിച്ചാലും കൂടുതൽ കൊടുത്തു. എത്രയാണെന്ന് പറയുന്നില്ല. ഇപ്പോൾ എന്നെ ഒരാൾ ചീത്ത വിളിച്ചു. നിങ്ങളത് കണ്ടോ എന്നറിയത്തില്ല. അത് സൂക്ഷ്മമായി നോക്കിയാലേ കാണാൻ പറ്റൂ. കാരണം ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് പോയപ്പോൾ ഒരാൾ വഴിയിൽ നിന്ന് മൂത്രം ഒഴിക്കുന്നു. ഞാനത് ക്യാപ്ചർ ചെയ്തില്ല. പക്ഷേ ക്യാമറ കണ്ടപ്പോൾ അയാൾ എന്തോ പറഞ്ഞു. അങ്ങനെ ഇവിടെ ഹിന്ദുക്കളെ പോലെ തന്നെ ഒരുപാട് മുസ്ലിങ്ങളും ഉണ്ട് കേട്ടോ. നല്ല മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വാരണാസി എന്ന് പറയുന്നത്. ഈ സൈക്കിൾ റിക്ഷയുടെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1940 കാലഘട്ടങ്ങളിലാണ് സൈക്കിൾ റിക്ഷ വന്നത് ഇന്ത്യയിൽ. ആദ്യം കൈകൊണ്ട് വലിക്കുന്ന റിക്ഷകളായിരുന്നെങ്കിൽ പിന്നെ അതിൽ സൈക്കിൾ അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കുകയായിരുന്നു. ഞാൻ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി, എത്ര കാലമായി ഈ ചവിട്ട് തുടങ്ങിയിരുന്നു. അപ്പോൾ ഒരു 50 കൊല്ലത്തെ പഴക്കമുള്ള ചവിട്ടാണ് ഈ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏകദേശം കുട്ടിക്കാലത്ത് തുടങ്ങിയ ചവിട്ടായിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു എന്നതല്ല, നമ്മൾ ആ ജോലി എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നതിലാണ് കാര്യം. ഇവിടെ ഒത്തിരി പാൻ ഷോപ്പുകളുണ്ട്. എന്തായാലും ബനാറസിലെ പാൻ ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യമേ പാൻ കഴിച്ചിട്ടുള്ളൂ. ഇവിടെ പിന്നെ യുവന്മാർക്ക് ഹോൺ എന്ന് പറയുന്ന സാധനം അതൊരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു. അടിയോടടി. ചെവി പൊട്ടിപ്പോകും. ചുമ്മാ അടിക്കും. ഒരു ബ്ലോക്ക് ഉണ്ടായാൽ നിരത്തി പിടിച്ചടിയാണ്. നമുക്ക് ഭ്രാന്തെടുക്കുക. അമ്മാതിരി അടിച്ചളയും, വെറുപ്പിച്ചളയും. മാമൻ്റെ ചവിട്ട് കെട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇറങ്ങി നടന്നു പോയാൽ കൊള്ളാമെന്നുണ്ട്. ഒരുപാട് വയസ്സായവരും അല്ലാത്തവരും ഈ ഒരു സൈക്കിൾ റിക്ഷ വെച്ച് ഉപജീവനം കണ്ടെത്തുന്നവരുണ്ട്. എനിക്കിനി ഒത്തിരി പരിപാടികളുണ്ട്. ഫുഡ് അടിക്കണം, പിന്നെ ഗംഗ ആരതി കാണണം. അത് വൈകിട്ടാണ്. ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. കാരണം ഞാൻ അത്രയ്ക്ക് ടയേർഡായിപ്പോയി. ബനാറസിൻ്റെ തെരുവുകൾ വഴി എനിക്ക് സഞ്ചരിക്കണം. കാരണം ബനാറസിൻ്റെ തെരുവുകളെപ്പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും, നമ്മളുടെ നാട്ടിലൊന്നും ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങാൻ പറ്റും, കാണാൻ പറ്റും എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എനിക്ക് കാണണമെന്നുണ്ട്.
അങ്ങനെ മാമൻ എന്നെ ചവിട്ടി ചവിട്ടി അവിടെ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് കൊണ്ടെത്തിച്ചു. ഞാൻ പുള്ളിക്കാരൻ്റെ വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ മാമൻ്റെ സന്തോഷം കാണണം. अपना गाँव लेके दिखाना है। मैं यूट्यूब में डाल दूंगी. താങ്ക് യു ബൈ. താങ്ക് യു. അയ്യോ അടിപൊളി മനുഷ്യൻ കേട്ടോ, രക്ഷയില്ല. ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരൻ എന്നെ അപ്പുറത്ത് നിന്നിട്ട് എന്നെ ക്രോസ് ചെയ്യിപ്പിച്ച് ഇപ്പുറത്ത് കൊണ്ടാക്കി. ഞാൻ വീഡിയോ ഒക്കെ ഫോട്ടോയൊക്കെ എടുത്ത് പുള്ളിക്കാരനെ ഒരുപാട് കാണിച്ചു കൊടുത്തു. പുള്ളിക്കാരൻ്റെ മുഖമൊക്കെ ഞാൻ കുറേ പോസിൽ ഫോട്ടോ എടുത്തു. എന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമായി. എന്നെ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് കൊണ്ടാക്കിയിട്ട് പുള്ളിക്കാരനെ അപ്പുറത്ത് നിന്ന് കുറേ നേരം ടാറ്റയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പോകുന്നു എന്നൊക്കെ കാണിച്ച് ഭയങ്കര സന്തോഷം. ഇതൊക്കെ ഒരു അനുഭവമാണ്. ഓരോ യാത്രയിലും നമ്മൾ കണ്ട് മുട്ടുന്ന ഓരോ വ്യക്തികൾ എല്ലാം ഒരു അനുഭവമാണ്. ഞാൻ സത്യം പറഞ്ഞ ആ മാമൻ്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. കുഴപ്പമില്ല, മാമൻ എങ്ങനെയെങ്കിലും ഈ വീഡിയോ കാണും എന്നെനിക്ക് തോന്നുന്നില്ല. കാണട്ടെ, നന്നായിരിക്കട്ടെ. ഓക്കെ, ഞാനിനി പോകുന്നത് ചുമ്മാ എൻ്റെ റൂമെത്തി. അപ്പം റൂമിൽ കയറുന്നില്ല, ഞാൻ ഒന്നും കൂടെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ റൂമിൽ കയറാമെന്ന് വിചാരിച്ചു. എനിക്ക് ഫുഡ് കഴിക്കണം. പിന്നെ നോക്കാം. അങ്ങനെ ഞാൻ അവിടെ കഴിഞ്ഞിങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. ഇവിടെ മിക്ക വണ്ടികൾക്കും നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല. ചിലതിനൊക്കെ ഉണ്ട്. എന്തായാലും പൊല്യൂഷനും അങ്ങനെ ഒന്നും കാണാനൊന്നും ഒരു ചാൻസും ഇല്ല. ബൈക്കിന് മിക്കതിനും നമ്പർ പ്ലേറ്റ് ഇല്ല. ഒന്നുകിൽ BJP എഴുതിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി CRPF എന്നോ, അത് മാത്രമേ ഉള്ളൂ. നമ്പർ പ്ലേറ്റ് ആയിട്ടൊന്നുമില്ല. ഇലക്ട്രിക് വണ്ടിക്ക് മിക്കതിനുമില്ല. നമ്മളവിടെ നാട്ടിലൊക്കെ ഉള്ള മിക്ക വണ്ടികൾക്കും ഇവിടെ നമ്പർ പ്ലേറ്റ് ഇല്ല. ടാറ്റൂസിൻ്റെ ഒരുപാട് ഷോപ്പുകളുണ്ട്. വാരണാസി എന്നത് സ്വീറ്റ്സിൻ്റെയും കൂടെ നാടാണ്. ഇവിടെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മളൊന്നും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത സ്വീറ്റ്സ്. നിങ്ങളിവിടെ വന്നാൽ ട്രൈ ചെയ്യേണ്ട കുറച്ച് സ്വീറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. മലായി ലഡു, ബനാറസ് കക്കഡ്, സോഹൻ ഹൽവ, പേട, രസഗുള, ചന്ദ്രക്കല. ഇതാണ് സ്വീറ്റ്സിൻ്റെ പേരുകൾ. ഞാൻ ഫുഡ് കഴിക്കാൻ കയറി, ഫുഡ് കഴിച്ചു. പിന്നീട് അങ്ങ് ബനാറസിൻ്റെ, അതായത് വാരണാസിയുടെ തെരുവുകളിലേക്ക് അങ്ങ് ഇറങ്ങി. ഇത് കാണാൻ പറ്റുന്നുണ്ട് എന്തുമാത്രം തിരക്കാണെന്ന് നോക്കിയേ. എൻ്റെ അമ്പോ, നോർമൽ ദിവസമാണ് എന്നിട്ട് ഇത്രയും തിരക്കാണ്. തെരുവിൻ്റെയൊക്കെ ആ ഒരു ബ്യൂട്ടി നോക്കി, എന്ത് രസമാണെന്ന്. ഈ രണ്ട് സൈഡിലും നല്ല പോലെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വിൽക്കുന്നുണ്ട്. ഭയങ്കര ചീപ്പാണ്. ബനാറസ് സാരി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ എനിക്ക് ഒന്നും വാങ്ങാൻ പറ്റിയില്ലെന്നല്ല, ഞാൻ ഒരുപാട് സ്ഥലത്ത് പോകുന്നതുകൊണ്ട് പിന്നെ ഇത് കെട്ടിപ്പറക്കി കൊണ്ടു കിടക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ കയ്യിലൊതുങ്ങുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയാണ് എൻ്റെ നടപ്പ്. ആദ്യം അവർ നല്ല റേറ്റൊക്കെ ചോദിക്കും, പക്ഷേ ബാർഗെയിൻ ചെയ്താൽ നന്നായിട്ട് കുറഞ്ഞ രീതിയിൽ വാങ്ങാൻ പറ്റും. ചിലതൊക്കെ ഫിക്സ് റേറ്റാണ്, പക്ഷേ മിക്കതിനും നമ്മൾ ബാർഗെയിൻ ചെയ്താൽ നല്ല റേറ്റ് കുറച്ച് കിട്ടും. ഇവിടെ മെയിനായിട്ട് ഈ ലേഡീസിനുള്ള ഐറ്റംസാണ് കൂടുതൽ ഞാൻ കണ്ടത്. കംപ്ലീറ്റ് സാരി, കുർത്ത, പിന്നെ കളർഫുള്ളാണ്. ഫുൾ കളർഫുള്ളായ സാധനങ്ങളാണ്. ഭയങ്കര രസമായിട്ടുള്ള സാധനങ്ങളാണ്. അതിനുശേഷം ഞാനൊന്നും നോക്കിയില്ല, പിന്നെ നേരെ പോയത് പാൻ ഷോപ്പിലേക്കാണ് ഗൈസ്. അതൊന്ന് ട്രൈ ചെയ്യണം.
അപ്പം ഞാൻ ചോദിച്ചു എങ്ങനത്തെ പാനാണ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പം എങ്ങനത്തെ പാൻ വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് തല കറങ്ങുന്ന രീതിയിലുള്ള സാധനം വേണ്ടെന്ന് പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സ്വീറ്റ് പാൻ എന്തോ ഒരു സാധനം, അതിൻ്റെ വില 30 രൂപ. 30 രൂപയാണ് അതിൻ്റെ വില. അവൻ്റെ ഇടതുവശത്തിരിക്കുന്ന അതാണ് എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പാൻ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ഇവൻ വേറെ വല്ലതും എടുത്തിട്ട് ഞാൻ അവിടെ തലയിറങ്ങി വീഴുന്നു കഴിഞ്ഞാൽ എന്നെ എടുക്കാനോ പിടിക്കാനോ ആരുമില്ല എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. പക്ഷേ അവൻ എന്തൊക്കെയോ ഒരുപാട് സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. भाई मुझे ഇപ്പോൾ ചേർക്കുന്നത് എന്തോ മധുരത്തിൻ്റെ സാധനമാണ് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയോ കളർഫുൾ. അവൻ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുന്ന ഈ തുണിയുണ്ടല്ലോ, എനിക്കൊന്നും പാരമ്പര്യമായിട്ട് കിട്ടിയതായിരിക്കും. എനിക്ക് അത്രയ്ക്ക് അഴുക്കുണ്ട് അതിൽ. എനിക്കൊന്ന് അപ്പൂപ്പൻ പിന്നെ അച്ഛൻ അങ്ങനെയൊക്കെ കൈമാറി വന്നതാണ്. ഇത് ഡ്യൂട്ടി ഫ്രൂട്ടി, പിന്നെ ചെറി, അങ്ങനത്തെ സ്വീറ്റിൻ്റെ സംഭവങ്ങൾ മാത്രമേ അതിൽ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഈച്ചകളും അതിൻ്റെ ചുറ്റിനുണ്ട് കേട്ടോ. എനിക്കായി കൂടി തല കറങ്ങുമെന്ന് മാത്രമേ എനിക്ക് പേടിയുള്ളൂ. ഇതെന്താണ്, ഷാമ്പൂ, കീടനാശിനി, എന്താണെന്ന് അറിയത്തില്ല, ചുമ്മാ എടുത്തൊഴിക്കുന്നുണ്ട്. പിന്നെ ഇത് പെപ്പറോ, ഒരു പിടുത്തമില്ല, എന്തൊക്കെയോ കുറേ. അത് സെൻറ്റ് പോലത്തെ എന്തോ സംഭവമാണ്, അത് സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ അടിച്ച് എനിക്ക് തന്നു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് മീട്ടാപ്പാണ്. അപ്പം ഒന്ന് ട്രൈ ചെയ്തു, എന്താവുമല്ലോ. വേറെ കിക്കൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇതൊന്ന് കഴിച്ച് തീർക്കട്ടെ. ബാക്കിയുള്ള വിശേഷം അടുത്ത വീഡിയോയിൽ. ബൈ.